ഹ്യുണ്ടായി വെന്യുവിൻ്റെ പ്ലാറ്റ്ഫോം പങ്കിടുന്ന സോനെറ്റ് എന്നൊരു കിടിലൻ വാഹനവുമായി കിയ ഇന്ത്യൻ കോമ്പാക്ട് എസ്യുവി സെഗ്മെൻറ്റിലേക്ക് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് എത്തിയത്. ഡിസൈനിലും ഫീച്ചേഴ്സ് തുടങ്ങി ഒരുപാട് കാര്യങ്ങളിൽ തൻ്റെ എതിരാളികളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന വണ്ടിയെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. കിയ സോനെറ്റിൻ്റെ വിശേഷങ്ങളും വേരിയൻറ്റുകളുമാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. നമുക്ക് നോക്കാം. എക്സ്റ്റീരിയർ ഡിസൈൻ മുൻഭാഗത്തെ പ്രൊഫൈലിൽ ഒരു മിനി സെൽറ്റോസ് ആണോ എന്ന് തോന്നിപ്പോകും. ചില വശങ്ങളിലെ ഡിസൈൻ സെൽറ്റോസിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ്. സിഗ്നേച്ചർ ടൈഗർ നോസ് ഗ്രിൽ, ഹുഡിലെ ക്യാരക്ടർ ലൈനുകൾ തുടങ്ങി ഒരു ഭംഗിയാർന്ന ഡിസൈൻ. വശങ്ങളിൽ നിന്ന് നോക്കിയാൽ ചെറിയൊരു വാഹനമാണോ എന്ന് തോന്നും. മുൻഭാഗത്തെ ഗാംഭീര്യത സൈഡ് പ്രൊഫൈലിൽ ഇല്ല എന്നർത്ഥം. വ്യത്യസ്തമായ ഡിസൈനാണ് പിൻഭാഗത്ത് കിയ സോനെറ്റിൽ നൽകിയിരിക്കുന്നത്. 2 ടെയിൽ ലാമ്പുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുവന്ന സ്ട്രിപ്പാണ് പിൻഭാഗത്തെ ഹൈലൈറ്റ്. മൊത്തത്തിൽ എക്സ്റ്റീരിയർ ഡിസൈൻ നല്ല ഭംഗിയുണ്ട്. സി പില്ലറിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഏതോ ഒരു പഴയ വണ്ടിയെ ഇത് ഓർമ്മിപ്പിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ തെറ്റില്ല. നല്ല പ്രീമിയം ഡിസൈനോട് കൂടിയ ഇൻറ്റീരിയറിൽ സെഗ്മെൻറ്റിലെ തന്നെ ഏറ്റവും വലിയ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് മറ്റൊരു ഹൈലൈറ്റ്. ബോസ് പ്രീമിയം ഓഡിയോ സിസ്റ്റം, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, 4.2 ഇഞ്ചിൻ്റെ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, മൾട്ടി ഫംഗ്ഷൻ ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീൽ, സൺറൂഫ്, യുവോ കണക്റ്റഡ് കാർ ടെക്നോളജി, എയർ പ്യൂരിഫയർ വിത്ത് വൈറസ് പ്രൊട്ടക്ഷൻ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് സോനെറ്റിൽ കൊടുത്തതായി കാണാം. സ്റ്റോറേജ് സ്പേസിൻ്റെ കാര്യത്തിൽ സോനെറ്റ് പിന്നിലാണ്. വേണ്ടത്ര സ്റ്റോറേജ് സ്പേസ് സോനെറ്റിലില്ല. ചെറിയ ഗ്ലോ ബോക്സ്, ആംറെസ്റ്റിലെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ്, ഇങ്ങനെ ഒതുങ്ങിയതാണ് സോനെറ്റിലെ സ്റ്റോറേജ് സ്പേസുകൾ. ഇനി റിയർ സീറ്റിലേക്ക് വന്നാൽ വെന്യൂവിനെ പോലെ തന്നെ സ്പേസും കംഫർട്ടും കുറവാണ്. സെഗ്മെൻറ്റിലെ തന്നെ ഏറ്റവും കൂടിയ, അതായത് 392 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസാണ് കിയ സോനെറ്റിൽ കൊടുത്തിരിക്കുന്നത്. പിൻഭാഗത്തെ സീറ്റിംഗ് സ്പേസ് കുറയാൻ ഇതൊരു കാരണമായി കണക്കുകൂട്ടാം. വെന്യൂവിലേതുപോലെ തന്നെ 3 എഞ്ചിൻ ഓപ്ഷൻസാണ് സോനെറ്റിലും. 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിൽ 83 PS-ഉം 115 Nm ഓഫ് ടോർക്കും ഔട്ട്പുട്ട് തരുന്ന 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് ഒന്ന്. 120 PS-ഉം 172 Nm ഓഫ് ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന 1 ലിറ്റർ ടർബോ GDI പെട്രോൾ എഞ്ചിനാണ് മറ്റൊന്ന്. ഈ ഒരു എഞ്ചിൻ ഓപ്ഷനിൽ 6 സ്പീഡ് IMT ട്രാൻസ്മിഷനും 7 സ്പീഡ് DCTയുമാണ് കൊടുത്തിരിക്കുന്നത്. ഇനിയുള്ളത് ഒരു 1.5 ലിറ്റർ CRDI ഡീസൽ എഞ്ചിനാണ്. 100 PS-ഉം 240 Nm ഓഫ് പീക്ക് ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഈ എഞ്ചിനിൽ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. ഇതേ എഞ്ചിനിൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും സോനെറ്റിലുണ്ട്. ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ 115 PS-ഉം 250 Nm ഓഫ് ടോർക്കുമായി പവർ ഫിഗേഴ്സ് മാറും. ഇനി സോനെറ്റിൻ്റെ വേരിയൻസിൽ കൊടുത്തിരിക്കുന്ന ഫീച്ചേഴ്സും നമുക്ക് നോക്കാം. സെൽറ്റോസിൽ കണ്ടതുപോലെ തന്നെ HT, GT എന്നിങ്ങനെ 2 ട്രിമ്മാണ് സോനെറ്റിലും. മൊത്തം 6 വേരിയൻസും. HTE, HTK, HTK+, HTX, HTX+, HT ലൈനിലും GTX+ എന്ന ഒരു വേരിയൻറ്റ് GT ലൈനിലുമായി വേരിയൻറ്റുകളെ തരംതിരിച്ചിട്ടുണ്ട്. ബേസ് വേരിയൻ്റായ HTEയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. 1.5 ലിറ്റർ പെട്രോൾ മാനുവൽ ട്രാൻസ്മിഷനിലും 1.5 ലിറ്റർ ഡീസൽ മാനുവൽ ട്രാൻസ്മിഷനിലുമാണ് ഈ വേരിയൻറ്റ് ലഭ്യമുള്ളത്. പെട്രോൾ വേരിയൻറ്റിന് ഏകദേശം 6,71,000 രൂപ എക്സ്-ഷോറൂം വില വരുമ്പോൾ 8,05,000 രൂപയാണ് ഡീസൽ എഞ്ചിന് എക്സ്-ഷോറൂം വില വരുന്നത്. ഡ്യുവൽ എയർ ബാഗ്സ്, എമർജൻസി സ്റ്റോപ്പ് ലാമ്പ്, റിയർ പാർക്കിംഗ് സെൻസർ, ABS പോലുള്ള സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഫീച്ചേഴ്സാണ് HTE എന്ന ബേസ് വേരിയൻറ്റിൽ സേഫ്റ്റി ഫീച്ചറായി കൊടുത്തിട്ടുള്ളത്. ഹാലോജൻ ഹെഡ് ലാമ്പ്സ്, 15 ഇഞ്ചിൻ്റെ സ്റ്റീൽ വീൽസ്, സ്കിഡ് പ്ലേറ്റ്സ്, ഫാബ്രിക് സീറ്റ്സ്, ടിൽറ്റ് സ്റ്റിയറിംഗ്, ഫ്രണ്ട് പവർ വിൻഡോ, സ്പീഡ് ഇമ്പാക്റ്റ് സെൻസിംഗ് ഡോർ ലോക്ക് ആൻഡ് അൺലോക്ക്, റിയർ USB പോർട്ട്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ORVM, സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം, റിയർ AC വെൻസ്, ഫ്രണ്ട് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്, 3.5 ഇഞ്ചിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ പോലുള്ള ഫീച്ചേഴ്സാണ് HTE എന്ന ബേസ് വേരിയൻറ്റിൽ കംഫർട്ട് ആൻഡ് കൺവീനിയൻസ് ഫീച്ചറായി ലഭിക്കുക. HTK എന്ന സെക്കൻഡ് ബേസ് വേരിയൻറ്റിലേക്ക് വന്നാൽ 1.2 ലിറ്റർ പെട്രോൾ മാനുവൽ ട്രാൻസ്മിഷൻ, 1.5 ലിറ്റർ ഡീസൽ മാനുവൽ ട്രാൻസ്മിഷൻ എന്നിങ്ങനെ HTE എന്ന വേരിയൻറ്റിൽ കണ്ടതുപോലെയുള്ള അതേ എഞ്ചിൻ ഓപ്ഷൻസാണ്. HTE എന്ന ബേസ് പെട്രോൾ വേരിയൻറ്റിൽ നിന്ന് 88,000 രൂപയും ഡീസൽ വേരിയൻറ്റിൽ നിന്ന് 94,000 രൂപ എക്സ്പെൻസീവാണ് സെക്കൻഡ് ബേസ് വേരിയൻ്റായ HTK. 16 ഇഞ്ച് മെറ്റാലിക് സിൽവർ വീൽസ്, സെമി ലെതർ സീറ്റ്സ്, ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ്, കീലെസ് എൻട്രി, ഫ്രണ്ട് ആൻഡ് റിയർ പവർ വിൻഡോസ്, ഫോളോ മീ ഹെഡ് ലാമ്പ്സ്, സൺഗ്ലാസ് ഹോൾഡർ, 3.8 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീൻ, സ്റ്റീരിംഗ് മൗണ്ടഡ് കൺട്രോൾസ്, ഇതുപോലുള്ള ഫീച്ചേഴ്സാണ് HTK എന്ന സെക്കൻഡ് ബേസ് വേരിയൻറ്റിൽ ലഭിക്കുന്നത്.
HT-K+ എന്ന മിഡ് വേരിയൻറ്റിനെ നോക്കാം. ഈ ഒരു വേരിയൻറ്റ് മുതലാണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ തുടങ്ങുക. മറ്റു 2 വേരിയൻസിൽ കണ്ടതുപോലെയുള്ള എഞ്ചിൻ ഓപ്ഷൻസിന് പുറമെ 1 ലിറ്റർ ടർബോ പെട്രോളിൽ IMT, DCT എന്നിങ്ങനെയും 1.5 ലിറ്റർ ഡീസലിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമാണ് കൊടുത്തിട്ടുള്ളത്. IMT ട്രാൻസ്മിഷന് 9,49,000 രൂപയും DCT ട്രാൻസ്മിഷന് 10,49,000 രൂപയാണ് എക്സ് ഷോറൂം വില വരുന്നത്. അതേസമയം ഡീസൽ ഓട്ടോമാറ്റിക്കിന് 10,39,000 രൂപയാണ് എക്സ് ഷോറൂം വില വരിക. പ്രൊജക്ടർ ഫോഗ് ലാംപ്സ്, ഓട്ടോ ഹെഡ് ലാംപ്സ്, റൂഫ് റെയിൽസ്, ORVM വിത്ത് LED ഇൻഡിക്കേറ്റർ, ക്രോം റേഡിയേറ്റർ ഗ്രിൽ, ലെതർ റാപ്ഡ് ഗിയർ നോബിൻ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, റിയർ ഡീഫോഗർ, 8-inch ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വിത്ത് ആപ്പിൾ കാർപ്ലേ ആൻഡ് ആൻഡ്രോയിഡ് ഓട്ടോ. താഴെയുള്ള വേരിയൻറ്റുകളിൽ 4 സ്പീക്കേഴ്സാണ് ലഭിക്കുന്നതെങ്കിൽ ഈ വേരിയൻറ്റിൽ 4 സ്പീക്കേഴ്സിനോടൊപ്പം 2 ട്വീറ്റേഴ്സും ലഭിക്കും. റിയർ ക്യാമറ, മൾട്ടിപ്പിൾ ഡ്രൈവിംഗ് മോഡ്, ട്രാക്ഷൻ കൺട്രോൾ. ഈ വേരിയൻറ്റിലെ DCT ട്രാൻസ്മിഷൻ വാങ്ങുമ്പോൾ സ്റ്റാൻഡേർഡ് സേഫ്റ്റിക്ക് പുറമെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെൻറ്റ്, ബ്രേക്ക് അസിസ്റ്റ് പോലുള്ള ഫീച്ചേഴ്സും ലഭിക്കും. ഇനി HT-X എന്ന സെക്കൻഡ് ടോപ്പ് വേരിയൻറ്റിലേക്ക് വരാം. 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനിൽ IMT ട്രാൻസ്മിഷനോടൊപ്പവും 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനിൽ മാനുവൽ ട്രാൻസ്മിഷനോടൊപ്പവും ലഭിക്കുമ്പോൾ മിഡ് വേരിയൻറ്റിലെ ഇതേ എഞ്ചിൻ ട്രാൻസ്മിഷൻ ഓപ്ഷനിൽ നിന്ന് 50,000 രൂപ വരെ കൂടുതലാണ്. ഐസോഫിക്സ് ചൈൽഡ് സീറ്റ്സ്, LED ഹെഡ് ലാംപ്സ്, LED DRLs വിത്ത് ഇൻറ്റിഗ്രേറ്റഡ് ഇൻഡിക്കേറ്റേഴ്സ്, LED ടെയിൽ ലാംപ്സ്, സൺറൂഫ്, ലെതർ റാപ്ഡ് സ്റ്റീറിംഗ് വീൽ, സ്മാർട്ട് കീ വിത്ത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഓപ്ഷൻ, ക്രൂസ് കൺട്രോൾ, റിമോട്ട് എഞ്ചിൻ സ്റ്റാർട്ട് വിത്ത് സ്മാർട്ട് കീ, റിയർ ആംറെസ്റ്റ് ഇത്രയുമാണ് എക്സ്ട്രാ ഫീച്ചേഴ്സായി ലഭിക്കുന്നത്. HT ലൈനിലെ HT-X+ എന്ന ടോപ്പ് വേരിയൻറ്റിലേക്ക് വരുമ്പോൾ സെക്കൻഡ് ടോപ്പ് വേരിയൻറ്റിന് സമാനമായ എഞ്ചിൻ ഓപ്ഷൻസാണ് ഇതിലും. 1,60,000 രൂപ എക്സ്പെൻസീവാണ് ഈ ഒരു വേരിയൻറ്റ്. ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ക്രിസ്റ്റൽ കട്ട് അലോയ് വീൽസ്, LED സൗണ്ട് മൂഡ് ലൈറ്റ്, റിയർ വൈപ്പർ ആൻഡ് വാഷർ, ലെതർ സീറ്റ്സ്, 10.25 ഇഞ്ചിൻ്റെ HD ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, ബോസ് 7 സ്പീക്കർ പ്രീമിയം ഓഡിയോ സിസ്റ്റം, വെൻറ്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റ്സ്, സ്മാർട്ട് എയർ പ്യൂരിഫയർ വിത്ത് വൈറസ് പ്രൊട്ടക്ഷൻ, വോയിസ് റെക്കഗ്നിഷൻ, സ്മാർട്ട് വാച്ച് കണക്ടിവിറ്റി, ഓപ്ഷണൽ ഡ്യുവൽ ടോൺ കളേഴ്സ് മുതലായ ഫീച്ചേഴ്സ് ടോപ്പ് വേരിയൻ്റായ HT-X+ൽ ലഭിക്കും. 5 വേരിയൻസാണ് HT ലൈനിലുള്ളത്. ഇനി GT ലൈനിൽ കൊടുത്തിരിക്കുന്ന GT-X+ എന്ന വേരിയൻറ്റിനെ നോക്കാം. 1 ലിറ്റർ ടർബോ പെട്രോളിൽ DCTയും IMTയും 1.5 ലിറ്റർ ഡീസൽ ഓട്ടോമാറ്റിക് മാനുവൽ എന്നിങ്ങനെയുള്ള ട്രാൻസ്മിഷനിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. മറ്റു വേരിയൻറ്റുകളിൽ നിന്ന് ഏകദേശം 50,000 രൂപ വരെ എക്സ്പെൻസീവാണ് ഈ ഒരു വേരിയൻറ്റ്. 6 എയർ ബാഗ്സ്, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ബ്രേക്ക് അസിസ്റ്റ്, വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെൻറ്റ്, റിയർ ആൻഡ് ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ, അലോയ് പെഡൽസ്, വയർലെസ് ഫോൺ ചാർജർ, മൾട്ടിപ്പിൾ ഡ്രൈവിംഗ് മോഡ്സ് പോലുള്ള ഫീച്ചേഴ്സാണ് GT-X+ൽ ലഭിക്കുക. GT-X+ൻ്റെ ഗ്രില്ലിലും ഇൻറ്റീരിയറിലുമൊക്കെ റെഡ് എസൻസ് കൊടുത്തതായി കാണാം. XUV 300, ടാറ്റ നെക്സോൺ, ഹ്യുണ്ടായി വെന്യൂ, മാരുതി വിറ്റാര ബ്രെസ, ഫോർഡ് ഇക്കോസ്പോർട്ട് തുടങ്ങിയ വണ്ടികളാണ് സോനറ്റിനെ വിപണിയിൽ എതിരേൽക്കുന്നത്. തൻ്റെ എതിരാളികളെ ഫീച്ചേഴ്സ് കൊണ്ട് തോൽപ്പിച്ചാൽ പോരല്ലോ. ഉപഭോക്താക്കൾക്ക് സോനറ്റിനോടുള്ള താല്പര്യം നമുക്ക് വരും മാസങ്ങളിലെ സെയിൽസ് ഫിഗേഴ്സിൽ നിന്ന് മനസ്സിലാക്കാം. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഏത് വേരിയൻ്റാണ് വാല്യൂ ഫോർ മണി എന്ന് തോന്നുന്നത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീഡിയോയിൽ എന്തെങ്കിലും ഫീച്ചേഴ്സോ മറ്റോ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. പുതിയ വാഹന വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. ബൈ.